ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാം, നേരത്തെ പറഞ്ഞ ഡെറിവേറ്റീവ്സിൽ പറഞ്ഞ അതേ ടേം തന്നെയാണ്. ഇതൊരു സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഫോം ഓഫ് ഡെറിവേറ്റീവ് ആണ്. രണ്ടാളുകൾ തമ്മിൽ, അതായത് ടു പാർട്ടീസ്, അതിലൊരു ബയ്യറും അല്ലെങ്കിൽ ഒരു സെല്ലറും, ബയ്യർ ഓർ സെല്ലർ, they are enter into an agreement to sell or buy an asset at a future date at a price agreed to. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ ഡെലിവർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ അണ്ടർലൈങ് അസറ്റിനെ ബേസ് ആക്കിക്കൊണ്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിനെയാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. ഈ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിലെ ഡേറ്റ്, അതായത് ഫ്യൂച്ചർ ഡേറ്റ്, അതേപോലെ തന്നെ പ്രൈസ്, അതേപോലെ തന്നെ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി, ഇതെല്ലാം നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് ഈ പ്രൈസിനെ പറയുന്ന പേരാണ് ഫോർവേഡ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമുക്കിവിടെ ഫോർവേഡ് കോൺട്രാക്റ്റിൽ നോക്കാനുള്ളത്, ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമുക്ക് ബയ്യറിനെ അല്ലെങ്കിൽ ബയ്യർ എടുക്കുന്ന ഒരു പൊസിഷനെ നമ്മൾ ലോങ് പൊസിഷൻ എന്നാണ് പറയുക. അതേപോലെ സെല്ലറുടെ പൊസിഷനെ നമ്മൾ ഷോർട്ട് പൊസിഷൻ എന്നാണ് പറയുക. ഇവിടെ ഇങ്ങനെ നോ മണി ഓർ അസറ്റ് എക്സ്ചേഞ്ച് ഓർ ഹാൻഡ് അണ്ടിൽ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഡേറ്റ്. നമ്മൾ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ പറഞ്ഞ ഡേറ്റ് എന്നാണോ കംപ്ലീറ്റ് ആവുന്നത് ആ സമയത്ത് മാത്രമാണ് ഇതിലെ അണ്ടർലൈങ് അസറ്റുകൾ തമ്മിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ രണ്ട് പാർട്ടീസാണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് ബയ്യറും അതേപോലെ തന്നെ സെല്ലറും. ഈ രണ്ട് പാർട്ടീസിനും ഹാവ് ആൻ ഒബ്ലിഗേഷൻ, അതായത് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യം എന്താണോ അത് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻസ് ഇവിടെ രണ്ട് പേർക്കും ഉണ്ടായിരിക്കും. ബയ്യറാണെങ്കിലും ശരി, സെല്ലറാണെങ്കിലും ശരി, ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് കണ്ടീഷൻസ് ആണോ അവർ വെച്ചിട്ടുള്ളത് അതവർ പെർഫോം ചെയ്യുക എന്നുള്ളത് എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒബ്ലിഗേഷനാണ്. പിന്നെ മറ്റൊന്ന്, ഈ കോൺട്രാക്റ്റുമായി, അതായത് ഫോർവേഡ് ഡെറിവേറ്റീവ്സിൻ്റെ പ്രത്യേകത, ഫോർവേഡ് ഡെറിവേറ്റീവ്സിൽ ഒരാൾക്ക് വരുന്ന ലോസ് ആയിരിക്കും മറ്റൊരാൾക്ക് വരുന്ന പ്രോഫിറ്റായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടി ഡീഫോൾട്ട് അല്ലെങ്കിൽ ഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ഓപ്പോസിറ്റ്, അതായത് മറ്റേ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേഷന് വേണ്ടിയിട്ട് അയാൾക്ക് കേസ് ഫയൽ ചെയ്യാനോ മറ്റോ അതിനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞ ആൾ രണ്ട് പേർക്കും ഇവിടെ ഒബ്ലിഗേഷനാണ്. അവരുടെ ഒബ്ലിഗേഷനായിട്ട് അവരത് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. അതിലൊരാൾ ഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേഷൻസ് സീക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ ബയ്യർ എടുക്കുന്ന ആ ഒരു പൊസിഷനെ നമ്മൾ ലോങ് പൊസിഷൻ എന്നാണ് പറയുക. അതേപോലെ തന്നെ സെല്ലർ എടുക്കുന്ന പൊസിഷൻ, സെല്ലർ മീൻസ് ദേ എഗ്രി ടു സെൽ, അയാൾ എന്ത് അസറ്റാണോ അയാൾ സെല്ല് ചെയ്തോളാം എന്ന് എഗ്രി ചെയ്യുന്നത്, ആ ഒരു പാർട്ടി എടുക്കുന്ന പൊസിഷനെ നമ്മളിതിൽ ഷോർട്ട് പൊസിഷൻ എന്നാണ് പറയുക. പിന്നെ നമുക്കത് പറയാനുള്ളത്, ഈ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു നെഗോഷിയേറ്റഡ് എഗ്രിമെൻ്റ് ആണ്. അതായത് ഇവിടെ ഇങ്ങനെ തേർഡ് പാർട്ടിയോ അതല്ലെങ്കിൽ മിഡിൽ മാനോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുന്നത് ബയ്യറും സെല്ലറും നേരിട്ടായിരിക്കും. പിന്നെ മറ്റൊന്ന്, ഇറ്റ് ഈസ് നോട്ട് ട്രേഡഡ് ഓൺ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയല്ല, OTC വഴി, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് വഴിയാണ് ഈ ഒരു ഫോർവേഡ് ഡെറിവേറ്റീവ്സിൻ്റെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചോ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഫോർമോ അല്ലെങ്കിൽ റൂൾസോ ഒന്നും തന്നെ ഇതിലില്ല, ഫോർവേഡ് കോൺട്രാക്റ്റിൽ വരുന്നില്ല. ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഒക്കർ ഓൺ ദ സ്പോട്ട്, ബട്ട് ദ ഡെലിവറി ഓഫ് ദ കമ്മോഡിറ്റി ഓർ ഇൻസ്ട്രുമെൻറ്റ് ഡസ് നോട്ട് ഒക്കർ അണ്ടിൽ സം ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ നമ്മൾ ആ എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് അതിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. പക്ഷേ ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കമ്മോഡിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓണർഷിപ്പ് അവിടെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഫോർവേഡ് ഡെലിവറി കോൺട്രാക്റ്റ് ആണ്, അതായത് റെഡി ഡെലിവറി കോൺട്രാക്റ്റ് അല്ല, സ്പോട്ട് ഡെലിവറി അല്ല. പിന്നെ ഇവിടെ മറ്റൊരു പോയിന്റ് നോക്കാനുള്ളത്, നോ മണി ചേഞ്ചസ് ഹാൻഡ് അറ്റ് ദ ടൈം ദ ഡീൽ ഈസ് സൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മണി ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർവേഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ച അതേ ഡെഫിനിഷൻസ് തന്നെ, അതായത് ഡെറിവേറ്റീവ്സിൽ എഴുതിയ കാര്യം തന്നെ എഴുതാവുന്നതാണ് കേട്ടോ.
അതായത് മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണ്. രണ്ട് ആളുകൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരാൾ എഗ്രി ചെയ്യുന്നത് എഗ്രി ടു സെൽ എന്ന് പറഞ്ഞാണ്, മറ്റൊരാൾ എഗ്രി ചെയ്യുന്നത് ഹു എഗ്രി ടു ബൈ. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസും പ്രൈസും ക്വാണ്ടിറ്റിയും ഒക്കെ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൈസിനെ പറയുന്ന പേരാണ് ഫോർവേഡ് പ്രൈസ് എന്ന്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. മെയിനായിട്ട് ഇതുവരെ പറഞ്ഞ ടേം തന്നെയാണ് വരുന്നുള്ളൂ. അതായത് ഇവിടെ ഇങ്ങനെ ബൈലേറ്ററൽ കോൺട്രാക്റ്റ് ആണ്, അതായത് രണ്ടാളുകൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ് ഫോർവേഡ് കോൺട്രാക്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമൈസ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഇൻഡിവിജ്വലി എഗ്രീഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്തുകൊണ്ടാണ്. അതല്ലാതെ നമ്മൾ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബേസിലല്ല ഇത് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പ്രൈവറ്റ് കോൺട്രാക്റ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിലെ എക്സ്പയറേഷൻ ഡേറ്റ്, അതായത് ദ കോൺട്രാക്റ്റ് ഹാസ് ടു ബി സെറ്റിൽഡ് ബൈ ദ ഡെലിവറി ഓഫ് അസറ്റ്. എപ്പോഴാണോ ആ എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് ആ സമയത്താണ് ആ ഒരു അസറ്റിൻ്റെ, അതായത് എക്സ്പയറി ഡേറ്റിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ എക്സ്പയറേഷൻ ഡേറ്റ് എന്നാണോ അന്നാണ് അണ്ടർലൈങ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇവിടെ ഇങ്ങനെ സീറോ സം ഗെയിമാണ്. അതങ്ങനെ പറയാൻ കാരണം ദ ഗെയിൻ ഓഫ് വൺ പാർട്ടി ഈസ് ദി ലോസ് ഓഫ് അതർ പാർട്ടി. അതായത് ഒരാളുടെ നഷ്ടമാണ് മറ്റൊരാളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിനായിട്ട് വരുന്നത്. ഒരാളുടെ ലോസ് മറ്റൊരാളുടെ ഗെയിനായിട്ട് വരുന്നത് കാരണം ഇത് സീറോ സം ഗെയിം ആണെന്ന് പറയാം. പിന്നെ നമുക്ക് നോക്കാൻ കഴിയും ഈ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിലും അതേപോലെ തന്നെ ഫോറിൻ കറൻസിയിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കോൺട്രാക്റ്റ് യൂസ് ചെയ്യപ്പെടുന്നത്. ദിസ് ഈസ് എൻ ഐഡിയൽ ടൂൾ ഫോർ ഹെഡ്ജിങ് ദ റിസ്ക് അറൈസിങ് ഫ്രം ദി പ്രൈസ് ഫ്ലക്ച്വേഷൻ. മാർക്കറ്റിൽ അണ്ടർലൈങ് അസറ്റിൻ്റെ, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെയൊക്കെ പ്രൈസ് വേരിയേഷൻ വരുമ്പോൾ ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന ടേം നമ്മൾ, അതായത് ആ ഒരു ഡെറിവേറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് ഡെറിവേറ്റീവുമാണ് ഇത് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിളുകളുടെ സ്ലൈഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ നമുക്ക് ലൈവ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മറ്റൊരു ടേം നമുക്ക് പറയാനുള്ളത് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റം അല്ലെങ്കിൽ ടൈലർ മെയ്ഡതായിരിക്കും. അതായത് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾ അതിൽ ചെയ്യേണ്ടത് മറ്റേ ആൾക്ക് എന്താണോ അയാൾ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെയാണ് അവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ ഞാനൊരു കാറ് വാങ്ങിക്കാൻ ഒരു ഡീലറെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡീലറോട് ഞാൻ പറയുന്ന കളറും ഞാൻ പറയുന്ന മോഡലും എപ്പോഴാണോ വരിക അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാഷ് സെറ്റിൽ ചെയ്യാം. ആ രീതിയിലായിരിക്കും ഫോർവേഡ് കോൺട്രാക്റ്റ്. അപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന ആ കളർ അവിടെ വരുമ്പോൾ മാത്രമാണ് ഞാനും ആ ഒരു ഡീലറും തമ്മിലുള്ള എഗ്രിമെൻ്റ് അവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് കസ്റ്റമൈസ്ഡ് ആണ്, അതല്ലെങ്കിൽ ഇവിടെ ടൈലർ മെയ്ഡ് ആണ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വലും അയാളുടെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ചിട്ടാണ് ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ദെൻ ഇതിൽ ഉപയോഗിക്കുന്ന ടേംസുകളാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഇവിടെ യൂസ് ചെയ്യുന്നത് അണ്ടർലൈൻ അസറ്റാണ്. അണ്ടർലൈൻ അസറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ആവാം, കമ്മോഡിറ്റി ആവാം, കറൻസി ആവാം, ഇൻട്രസ്റ്റ് റേറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു അസറ്റ് ആവാം. പിന്നെ വരുന്നത് ലോങ് പൊസിഷനാണ്. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാർട്ടി എഗ്രി ടു ബൈ. ഒരു അണ്ടർലൈൻ അസറ്റ് ബൈ അല്ലെങ്കിൽ വാങ്ങിക്കോളാം എന്ന് എഗ്രി ചെയ്യുന്നതിനെയാണ് ലോങ് പൊസിഷൻ എന്ന് പറയുക. ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാർട്ടി ദാറ്റ് എഗ്രി ടു സെൽ ആൻ അണ്ടർലൈങ് അസറ്റ്. ഒരു അണ്ടർലൈങ് അസറ്റ് സെല്ല് നടത്തിക്കൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന ആ വ്യക്തി ആരാണോ അയാൾ എടുക്കുന്ന പൊസിഷനെയാണ് ഷോർട്ട് പൊസിഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ പറയുന്നത് സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിങ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് അറ്റ് ദ സ്പോട്ട് ടൈം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എത്രയാണോ പ്രൈസ് അതാണ് സ്പോട്ട് പ്രൈസ്. കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, അതായത് എഗ്രിമെൻറ്റിൽ നമ്മൾ പറയുന്ന ആ ഒരു പ്രൈസാണ് കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഫോർമൽ കോൺട്രാക്റ്റ് എക്സ്പയർ. അതായത് ഇപ്പോൾ നമ്മൾ 3 മന്താണ് പറയുന്നതെങ്കിൽ ആ 3 മന്തിലാണ് ആ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ ആ സമയത്തുള്ള വാല്യൂവിനെയാണ് എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറയുക. ആ ടൈമിൽ എന്നാണോ ആ ഒരു ഡേറ്റ്, ക്വാണ്ടിറ്റി അതേപോലെ തന്നെ പ്രൈസും മുൻകൂട്ടി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഫോർവേഡ് കോൺട്രാക്റ്റിൽ. അപ്പോൾ എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിലും എന്നാണോ ആ എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ആവുന്ന ഡേറ്റ്
അതിനെയാണ് എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഡെലിവറി പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഫോർവേഡ് കോൺട്രാക്റ്റ് ഈസ് സെറ്റിൽഡ് ഓൺ എക്സ്പയറേഷൻ ഡേറ്റിൽ സെറ്റിൽമെൻറ്റ് നടക്കുമ്പോൾ എത്രയാണോ നമ്മൾ എമൗണ്ട് പേ ചെയ്യുന്നത് അതാണ് ഇത് കോൺട്രാക്റ്റ് പ്രൈസ്. സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർലൈങ് അസറ്റിൻ്റെ, അതായത് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സ്പോട്ടിൽ അതിൻ്റെ വാല്യൂ എന്താണോ അതന്നെയാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് റിസ്ക് ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇനീഷ്യൽ മൂവ്മെൻറ്റ് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ടൈലർ മെയ്ഡാണ്, നേരത്തെ ഞാൻ പറഞ്ഞു ടൈലർ മെയ്ഡാണ്. പിന്നെ അതേപോലെ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡെറിവേറ്റീവാണ് ഫോർവേഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് കൂടെ ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി, അതായത് ഇവിടെ ഇങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡഡ് അല്ല. അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് കൂടുതലായിട്ട് എവിടെ കാണാൻ കഴിയില്ല, ഫോർവേഡ് ഡെറിവേറ്റീവ്സിൽ കാണാൻ കഴിയില്ല. നെക്സ്റ്റ് വൺ വരുന്നത് ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് ട്രേഡിംഗ്. ഇവിടെ ഒരു ബൈലേറ്ററൽ എഗ്രിമെൻറ്റ്, അതായത് രണ്ടാളുകൾ തമ്മിൽ ഒരു പ്രൈവറ്റ് നെഗോഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് ചെയ്യുന്ന പോലെയാണ് അത്. ഒരു ടൈലർ മെയ്ഡ് കോൺട്രാക്റ്റാണ്. ആ ടൈലർ മെയ്ഡ് പറയുമ്പോൾ ആ ഒരു കസ്റ്റം അല്ലെങ്കിൽ ആ ഒരു എൻ്റർ ചെയ്യുന്ന വ്യക്തിക്ക് എന്താണോ ആവശ്യം ആ ഒരു സംഭവം അയാൾ എപ്പോഴാണോ അത് മീറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ആ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ഇങ്ങനെ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല ട്രേഡ് നടത്തുന്നത്, ഒരു സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് അല്ല നടക്കുന്നത്. പിന്നെ വരുന്നത് കൗണ്ടർ പാർട്ടി അല്ലെങ്കിൽ ഡീഫോൾട്ട് റിസ്ക് ആണ്. ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലാത്തത് കാരണം ഇവിടെ നമുക്ക് കൗണ്ടർ പാർട്ടി അല്ലെങ്കിൽ ഡീഫോൾട്ട് റിസ്ക് കൂടുതലായിരിക്കും. പിന്നെ വരുന്നത് ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസാക്ഷൻ ആണ്. ഇത് ഫോർവേഡ് കോൺട്രാക്റ്റ് റിക്വയർ ദാറ്റ് ദ നീഡ് ഓഫ് ദ ടു പാർട്ടി എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റ് മാച്ച്. അതായത് ഇവിടെ ബയ്യർ സെല്ലർ കണ്ടെത്തണം. അതായത് ബയ്യറുടെ നീഡും സെല്ലറുടെ നീഡും ഒന്ന് തന്നെ ആവണം. ഇപ്പോൾ ഒരാളൊരു കമ്മോഡിറ്റി വിൽക്കാൻ പോവുകയാണെങ്കിൽ അതേ കമ്മോഡിറ്റി അതേ ഫീച്ചേഴ്സിനോട് കൂടി അതേ കമ്മോഡിറ്റി വാങ്ങാനുള്ള ആളവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് അവിടെ ഇങ്ങനെ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസാക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് നോ സ്ക്വയറിംഗ് ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഓഫ് സെറ്റിംഗ് ആണ്. ജനറലി ഓഫ് സെറ്റിംഗ് ഓഫ് ദ ഫോർവേഡ് കോൺട്രാക്ട് ഈസ് നോട്ട് പോസിബിൾ ആൻഡ് നോ പാർട്ടി ക്യാൻ ടേക്ക് എ ബെനിഫിറ്റ് ഓഫ് ദി ഫേവറബിൾ പ്രൈസ് മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞ പ്രൈസിന് തന്നെ ഡെലിവറി നടത്തണം. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പ്രൈസ് കൂടി അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പ്രൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും ഒരു ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല ഫോർവേഡ് ഡെറിവേറ്റീവ്സിലൂടെ. ഇതാണ് മെയിനായിട്ട് 5 ലിമിറ്റേഷനിലൂടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ഇതിലെ ടേം എന്ന് പറയുന്നത് പേ ഓഫ് ആണ്. പേ ഓഫ് ഫ്രം ഫോർവേഡ് കോൺട്രാക്റ്റ്. പേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോഫിറ്റ് ഓർ ലോസ് ദാറ്റ് വുഡ് അക്രൂ ടു എ മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് വിത്ത് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ആൻ അണ്ടർലൈങ് അസറ്റ്. അതായത് ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഏത് അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണോ ആ കോൺട്രാക്റ്റ്, ആ ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റോ ലോസോ സംഭവിക്കാം. ആ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഇങ്ങനെ പ്രൈസ് ഫ്ലക്ച്വേഷൻ കാരണം ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഓർ ലോസ് അതിനെ പറയുന്ന പേരാണ് പേ ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഗ്രാഫ് വരുന്നത്. അത് അപ്പ് ടു ഡൗൺ ഈ രീതിയിലുള്ള ഒരു ക്രോസാണ് വരിക. ആ ക്രോസിൽ നമ്മൾ കോൺട്രാക്റ്റ് പ്രൈസാണ് അവിടെ കെ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ബയറും സെല്ലറും കൂടെ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ആ കോൺട്രാക്റ്റിൻ്റെ ഡെലിവറി പ്രൈസായിട്ട് അവർ ഡിറ്റർമിൻ ചെയ്യുന്നത് 100 രൂപയാണ്. അപ്പം ചിലപ്പോൾ അത് 3 മന്ത് അല്ലെങ്കിൽ 3 മന്തിനാണ് അല്ലെങ്കിൽ 1 മന്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ ആ സമയത്ത് ഒരാൾ കമ്മോഡിറ്റി ട്രാൻസ്ഫർ ചെയ്യും, മറ്റൊരാൾ അതിൻ്റെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഡെലിവറി നടത്തുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന് 100 റുപ്പീസ് തന്നെയാണെങ്കിൽ 2 പേർക്കും അവിടെ ഇങ്ങനെ പ്രോഫിറ്റോ ലോസോ ഒന്നും ഇല്ലാതെ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ ടൈം ആവുന്ന സമയത്ത് ഈ 100 രൂപയുടെ കമ്മോഡിറ്റിക്ക് 100 രൂപയിൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് വില കൂടി എന്നുണ്ടെങ്കിൽ, നമ്മൾ എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ എത്ര രൂപയ്ക്ക് തന്നെയാണ് വാങ്ങിക്കുന്നത്, ആ ഒരു 100 റുപ്പീസിന് തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ വില 120 രൂപയായി എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വാങ്ങുന്ന ആൾക്ക് എന്ത് സംഭവിക്കും, 20 രൂപയുടെ നഷ്ടം സംഭവിക്കും. പക്ഷേ ബയ്യർക്ക് ആരാണോ അത് വാങ്ങിക്കുന്നത് ആ വാങ്ങിക്കുന്ന ആൾക്ക് അവിടെ ഇങ്ങനെ എന്ത് സംഭവിക്കുകയാണ്, 20 രൂപയുടെ
അപ്പോൾ നമ്മൾ ഈ പറയുന്ന എക്സാമ്പിൾ ഇപ്പോൾ 100 രൂപയുടെ ഒരു കമ്മോഡിറ്റിയാണ്, പക്ഷേ അത് നമ്മൾ കോൺട്രാക്റ്റ് ടൈം ആയ സമയത്ത് 120 രൂപയായി എന്നുണ്ടെങ്കിലും കോൺട്രാക്റ്റിൽ പറഞ്ഞ 100 രൂപ കൊടുത്തിട്ടാണ് അയാൾ ആ കമ്മോഡിറ്റി വാങ്ങിക്കുന്നത്. ആ വാങ്ങിക്കുന്ന ആൾക്ക് ചിലപ്പോൾ പിന്നീട് അത് മാർക്കറ്റിൽ 120 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് 20 രൂപ എന്തുണ്ടാക്കാം, ലാഭം ഉണ്ടാക്കാം. പക്ഷേ ഇതേ ഇത് കണ്ടീഷൻ നമ്മൾ റിവേഴ്സായിട്ടും ആലോചിക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ 1 മാസമോ അല്ലെങ്കിൽ 3 മാസമോ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള കമ്മോഡിറ്റി വിൽക്കാൻ ചെല്ലുന്ന സമയത്ത് മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ 80 രൂപയാണ് എന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൽ അതിൽ 80 രൂപയാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ വരികയാണ്. അപ്പോഴും നമുക്ക് ഒരാൾക്ക് എന്ത് സംഭവിക്കുകയാണ്, ലോസ് സംഭവിക്കുകയാണ്. ആ ലോസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി അയാൾ ഫോർവേഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 80 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിലും അയാൾക്ക് അയാളുടെ കമ്മോഡിറ്റി എത്ര രൂപയ്ക്ക് വിൽക്കാം, 100 രൂപയ്ക്ക് വിൽക്കാം. അതാണ് ഏതിൽ വരുന്നത്, ഫോർവേഡ് കോൺട്രാക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഒരാൾ ബൈയിങ് എന്ന് പറയുന്ന ആൾ ലോങ് പൊസിഷനും അതേപോലെ സെല്ലർ എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് ഏതാണ് ഷോർട്ട് പൊസിഷനും ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ ടോപ്പിക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളിത് വോയിസ് കേട്ടിട്ട് ഇതുവരെയുള്ള നോട്ട്സ് ഒന്ന് ടെക്സ്റ്റ് ആണെങ്കിൽ ആ ടെക്സ്റ്റിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതല്ല നിങ്ങൾ നോട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നോട്ടിലേക്ക് അത് എഴുതിയെടുത്തിട്ട് പഠിച്ചിട്ട് ക്ലാസ്സിൽ വരും. ഓക്കെ, താങ്ക് യു.